ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയുള്ള കടലക്കറിയാണ്. ഇത് നമുക്ക് സവാള വഴറ്റുകയോ തേങ്ങ വറുത്തരയ്ക്കുകയോ ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം കുതിർത്തി വെച്ചുള്ള കടല കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, ഇത് 3 കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കടല വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് ഇപ്പോൾ മസാല ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ കടല വേവിച്ചെടുക്കുന്നത്. 5 വിസിൽ അടിക്കുമ്പോഴേക്കും നമ്മൾ കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ അതേ വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമ്മൾ ഇതിലോട്ട് കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതേ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കറിവേപ്പില, ഉണക്കമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കളറ് മാറിയിട്ട് ബ്രൗൺ കളറായി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചുള്ള കടല ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ചൂടാറട്ടതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്ത് വയ്ക്കുന്നത്. നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫാക്കി കൊടുത്ത ശേഷം അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചട്ടിയാവുകൊണ്ട് പെട്ടെന്ന് ചൂടായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും മസാലപ്പൊടിയൊക്കെ, അതുകൊണ്ടാണ് തീ ഓഫാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കടല വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ച ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. അത് മൂത്ത് വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള കടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടെന്നല്ലോ, അത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കട്ടായി പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് കറിയൊക്കെ നന്നായിട്ട് അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വരും. ഇനി നമ്മളിതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈസി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണിത്.